നമസ്കാരം ജാനുവർത്തി. എല്ലാ ബാങ്കിലെ പ്രജാന്തല്ലേ ഇത്? ഇഞ്ഞെന്താ മോനെ രാവിലെ തന്നെ? നിങ്ങളെയും കേളപ്പാട്ടന്റെയും പെൻഷൻ കൊണ്ടു തരാൻ വന്നതാ ജാനുവർത്തി. എല്ലാ മോനെ ഞാൻ അങ്ങ് വരുമല്ലോ ബാങ്കിൽ. ഇഞ്ഞെന്തിനാ ഇങ്ങ് പോന്നെ? നമ്മളെ സർക്കാരിന്റെ പുതിയ നയ പെൻഷനെല്ലാം വീട്ടിലെത്തിച്ചു കൊടുക്കണമെന്നാ. ഇതെന്താ അപ്പൊ ഇതൊന്നും അറിയില്ലേ? നന്നായിക്കും മോനെ. കഴിഞ്ഞല്ലോ കേളപ്പാട്ടം പെൻഷൻ വാങ്ങാൻ പോയിട്ട് സ്റ്റെപ്പ് കാരുമല്ലേ മോനെ ഉരുണ്ടട്ടി വീണ് വിചാരിക്കുമ്പോ ഇപ്പൊ സങ്കട. എന്നിട്ട് കേളപ്പാട്ടൻ എന്തെങ്കിലും പറ്റിയാ? ഒന്നും പറ്റിയില്ല മോനെ. പിന്നെന്തിനാ അപ്പൊ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അതല്ല, കേളപ്പാട്ടം വീന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യ സങ്കട. നിങ്ങളൊരു വല്ലാത്ത സാധനം തന്നെ. അല്ല മോനെ, ഇതുപോലെ തന്നെ നമ്മളെ ഗവൺമെന്റ് കോഴിക്കോട് ജില്ലക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിനാ? പിന്നെ ചെയ്യാണ്ടെന്താ ജാനുവർത്തി? കേരളത്തിലെ ആദ്യത്തെ ബയോഡീസൽ പമ്പ് തൊട്ടിൽപ്പാലത്ത് സ്ഥാപിച്ച് ഗതാഗത കുരുക്കിനൊരു വലിയ പരിഹാരമായിട്ടാണ് പന്നിയങ്കര റെയിൽവേ മേൽപ്പാലം വന്നത്. 321 പേർക്ക് ഒരുമിച്ച് PSC പരീക്ഷ എഴുതാൻ സൗകര്യമുള്ള PSC ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ കേന്ദ്രമല്ലേ? തിരുവങ്ങൂര് കാലിത്തീറ്റ ഫാക്ടറി, കോഴിക്കോട് സൈബർ പാർക്ക്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടന്നില്ലേ? 3 കോടി രൂപയാ ജാനുവർത്തി വിതരണം ചെയ്യപ്പെട്ടത്. മിഠായി തെരുവിന്റെ സൗന്ദര്യവൽക്കരണ പരിപാടി ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സഫലമായില്ലേ? അങ്ങനെ നീണ്ടു കിടക്കല്ലേ ജാനുവർത്തി നമ്മളെ സർക്കാർ ചെയ്ത നല്ല നല്ല കാര്യങ്ങള്. പിന്നെ ചെയ്ത കാര്യങ്ങളെല്ലാം പറയാൻ നിന്നാല് ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇത്തിരിയും ചെറിയ സമയം കൊണ്ട് ഇത്തരക്കാരം കാര്യങ്ങൾ നമ്മളെ ജില്ലയിൽ ചെയ്തിരുന്ന് ഇനി പറഞ്ഞരല്ലേ ഞാൻ അറിയുന്നത്. അതുകൊണ്ടല്ലേ ജാനുവർത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇത് പഞ്ചായത്ത് മുഴുവൻ എത്തിക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ? പഞ്ചായത്താക്കണ്ട മോനെ, ഈ ജില്ലയിൽ എത്തിക്കേണ്ട കാര്യം ഞാൻ ഏറ്റ്. കേരള സർക്കാരിന്റെ വിവര പൊതുജന സമ്പർക്ക വകുപ്പിനു വേണ്ടി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കോഴിക്കോട്.